അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ ചോദിച്ചിട്ടുള്ളത്? ഇഫ് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഈക്വൽ ടു 1/2 ദെൻ ദ വാല്യൂ ഓഫ് സൈൻ 2 തീറ്റ ചോദിച്ചിട്ടുള്ളത്. സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ എന്ന് പറയുന്നത് 1/2 തന്നിട്ടുണ്ട്. സൈൻ 2 തീറ്റ തന്നിട്ടുള്ളത്. അപ്പം ഇതിങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മ വരും. സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഷൻ എന്താ? നമ്മൾ പഠിച്ചതാ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നതാണ് എന്ത്? സൈൻ 2 തീറ്റ പഠിച്ചതാണ് നമ്മൾ നമ്മുടെ ട്രിഗ്നോമെട്രീൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു +2 ലെവൽ ടോപ്പിക്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുണ്ട് ഇവിടെ? സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ ഈക്വൽ ടു 1/2 ഉണ്ട്. ഇതിൽ നിന്ന് സൈൻ 2 തീറ്റ കിട്ടണം. ഓക്കെ, ഇതിൻ്റെയൊക്കെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ നിന്ന് മറ്റേലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചില ഓപ്പറേഷൻസൊക്കെ ചെയ്ത് കുറച്ച് പുതിയ ടീമിനെ ചിലപ്പോൾ കൊണ്ടുവരേണ്ടി വരും. കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം? പിന്നീട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിനെ മറ്റു ഫോമിലേക്ക് മാറ്റി എഴുതേണ്ടി വരും. അപ്പോൾ ട്രിഗ്നോമെട്രിക്ക് അങ്ങനെ തന്നെ. അപ്പോൾ എന്തുകൊണ്ട് നമ്മളിപ്പോൾ ഇതിനെ കൂട്ടുന്നു, കുറയ്ക്കുന്നു, അല്ലെങ്കിൽ മറ്റൊന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇൻറ്റു ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ അതാണ് മാർഗം. ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? ഇത്രയും സാധനത്തിനെ ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ? സ്ക്വയർ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യുന്നു. ഇതിനെ സ്ക്വയർ ചെയ്യുന്നു. ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ നോക്കണേ, a - b ഹോൾ സ്ക്വയർ ഫോമിലാണ്. അപ്പോൾ എന്ത് വരും? a² - 2ab + b² എന്ന് വരും. ഓക്കെ, ഇതിലെന്ത് വരും? a² + b² - 2ab. അങ്ങനെ ഒന്ന് ഈ ഒരു സാധനത്തിന് എഴുതി നോക്കുക. a² + b² - 2ab. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? നമ്മളിവിടെ നിന്ന് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റേനെ എഴുതുമ്പോൾ എങ്ങനെ വരും? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ എന്തിനാണ് എഴുതിയത് മനസ്സിലായോ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ നമുക്കറിയാം. മൈനസ് എന്ത് വരും? 2 സൈൻ തീറ്റ കോസ് തീറ്റ വരും. 2 സൈൻ തീറ്റ കോസ് തീറ്റ വരും. കുഴപ്പമുണ്ടോ? ഇയാളി നമുക്കറിയാം, 2 സൈൻ തീറ്റ കോസ് തീറ്റയാണ് ഈ പറഞ്ഞ സാധനം. സൈൻ 2 തീറ്റൻ്റെ എക്സ്പാൻഷനാണ് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്. ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്. റൈറ്റിൽ എന്താ വരിക? 1/2ൻ്റെ സ്ക്വയർ. അതെന്ത് വരും? 1/4 എന്ന് വരും അല്ലേ? റെഡി. ഇനി സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. മൈനസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്ത് കിട്ടി? ഈക്വൽ ടു 1/4 എന്ന് കിട്ടി. ഈക്വൽ ടു 1/4. ഓക്കെ, ഈക്വൽ ടു 1/4. ഇനി ഞാൻ എഴുതാൻ പോവാണ് 1. എന്താണ് 1 മൈനസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ ഞാൻ എന്തെഴുതി? സൈൻ 2 തീറ്റ എന്നെഴുതി. സൈൻ 2 തീറ്റ ഈക്വൽ ടു 1/4. നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? സൈൻ 2 തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു. സൈൻ 2 തീറ്റയുടെ വാല്യൂ. സൈൻ 2 തീറ്റയല്ല ഇപ്പോൾ ഈ പറഞ്ഞ സാധനമാണ് സൈൻ 2 തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ സൈൻ 2 തീറ്റേനെ ഞാൻ അപ്പുറത്തേക്ക് ഇട്ടു. ഇവിടെ എന്ത് വരും? 1. ഇവിടെ എന്ത് വരും? 1 മൈനസ് 1/4 ഈക്വൽ ടു സൈൻ 2 തീറ്റ എന്ന് വരും. സൈൻ 2 തീറ്റ എന്താ? 3/4. 3/4 ഈക്വൽ ടു സൈൻ 2 തീറ്റ. ഓപ്ഷനിൽ എവിടെ 3/4 ഉള്ളത് നോക്കിയാൽ മതി. ഓപ്ഷനിൽ 3/4 ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ക്ലിയർ. അത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. റെഡി? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തെന്താ ചോദിച്ചിട്ടുള്ളത്? ഔട്ട് ഓഫ് 1000 സ്റ്റാഫ് ഇൻ ആൻ ഓഫീസ് 48 പ്രിഫേർഡ് കോഫി, 54 പ്രിഫേർഡ് ടീ, 64 പ്രിഫേർഡ് ഫ്രൂട്ട് ജ്യൂസ്. ഓഫ് ദ ടോട്ടലുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. ഇനി 28% യൂസ്ഡ് കോഫി ആൻഡ് ടീ, 32 യൂസ്ഡ് ടീ ആൻഡ് ഫ്രൂട്ട് ജ്യൂസ്, 30 യൂസ്ഡ് കോഫി ആൻഡ് ഫ്രൂട്ട് ജ്യൂസ്, ഓൺലി 6% യൂസ്ഡ് നൺ ഓഫ് ദിസ്. ഇതൊന്നും ഉപയോഗിക്കാത്ത 6% ഉണ്ട്. ഹൗ മെനി സ്റ്റാഫ് യൂസ്ഡ് ഓൾ ദ 3? എല്ലാതിലും കൂടി ഉപയോഗിക്കുന്ന ടീയും കോഫിയും ഫ്രൂട്ട് ജ്യൂസും ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? ഓക്കെ,
ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ എന്തിലേക്ക് മാറ്റണം? മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് മാറ്റണം. മാത്തമാറ്റിക്കൽ ടേംസ് ഇതിൽ കൊണ്ടുവരണം. ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. ക്ലിയർ? റെഡി? ഇനി ടോട്ടൽ ഉപയോഗിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡ്രിങ്ക്സൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരെന്താ? ടോട്ടൽ എന്ത് പറയുക? ടോട്ടൽ ആൾക്കാർ അല്ലെങ്കിൽ ടോട്ടൽ സ്റ്റാഫ് എത്ര പെർസെൻറ്റേജ് കിട്ടും? 100% അല്ലേ? 100%. അതിൽ 6 പേര് ഒന്നും ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്നും കുടിക്കുന്നില്ല, ഒന്നും കോഫിയോ ഇതൊന്നും പ്രിഫർ ചെയ്യുന്നില്ല. അപ്പോൾ 6 പേര് അതിലില്ല. 6, അതായത് 94% ആൾക്കാർ മാത്രമേ ഈ പറഞ്ഞ കോഫി ഓർ ടീ ഓർ ഫ്രൂട്ട് ജ്യൂസ് എന്ത് ചെയ്യുന്നുള്ളൂ? കൺസ്യൂം ചെയ്യുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇത് മൊത്തം എന്താ നമ്മൾ പറഞ്ഞത്? മൊത്തത്തിൽ 94%, അതായത് ടോട്ടൽ. അപ്പോൾ ടോട്ടൽ എന്ന് പറയുമ്പോൾ നമുക്ക് യൂണിയൻ അല്ലേ വരിക? യൂണിയൻ. ഓക്കെ, ടീ കോഫി എന്താണ്? ഫ്രൂട്ട് ജ്യൂസ് അല്ലേ? അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ എടുക്കാം. ടീ യൂണിയൻ കോഫി അല്ലേ? ടീ യൂണിയൻ ഫസ്റ്റ് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഫസ്റ്റ് കോഫീനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ പോകാം, അങ്ങനെ തന്നെ പോകാം. ഓക്കെ, കോഫി യൂണിയൻ, പിന്നെന്താ? ടീ യൂണിയൻ ഫ്രൂട്ട് ജ്യൂസ് എഫ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തു. ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താ? 3 എണ്ണത്തിൻ്റെ യൂണിയൻ അല്ലേ? 3 ടൈം ഉണ്ട് യൂണിയൻ എന്ന് പറയുന്നത്. അതെന്താ? എ അല്ലല്ലോ നമ്മളെടുത്തത്, സി അല്ലേ എടുത്തത്. NC പ്ലസ് NT പ്ലസ് NF. കഴിഞ്ഞോ? ഇല്ല. ഇനി എന്തെഴുതണം? മൈനസ് NC ഇൻ്റർസെക്ഷൻ T അല്ലേ? C ഇൻ്റർസെക്ഷൻ T മൈനസ് എന്താണ്? T ഇൻ്റർസെക്ഷൻ F. വീണ്ടും എന്ത് വരും? മൈനസ് എന്ത് വരും? C ഇൻ്റർസെക്ഷൻ എന്താണ്? C ഇൻ്റർസെക്ഷൻ F. പിന്നെന്ത് വരും? പ്ലസ് A ഇൻ്റർസെക്ഷൻ A തന്നെയാണ് വരുന്നത്. നമ്മളെന്താ എടുത്തത്? C അല്ലേ? C ഇൻ്റർസെക്ഷൻ കോഫി, പിന്നെന്താ? T ഇൻ്റർസെക്ഷൻ, പിന്നെന്തായിരുന്നു? കോഫി ടീ ഫ്രൂട്ട് ജ്യൂസ് F. ഓക്കെ, പ്രശ്നമുണ്ടോ? എന്തേ ചെയ്തത്? അതായത് ടോട്ടൽ സ്റ്റാഫ് എന്ന് പറയുന്നത് 94% ആണെന്ന് പറഞ്ഞു. അപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞാൽ യൂണിയനാണ്. ഇപ്പോൾ എന്നിന് പകരം നിങ്ങൾ പി ആണ് ഉപയോഗിച്ചില്ലെങ്കിൽ അങ്ങനെ P ഓഫ് C യൂണിയൻ T യൂണിയൻ F, അതായത് കോഫി യൂണിയൻ ടീ യൂണിയൻ ഫ്രൂട്ട് ജ്യൂസ്. മൊത്തത്തിൻ്റെ കൗണ്ട് എങ്ങനെയാണ് കാണുക? ഇൻ്റർസെക്ഷൻ ഓഫ്, അല്ലെങ്കിൽ ഇൻ്റർസെക്ഷൻ അല്ല N ഓഫ്, അല്ലെങ്കിൽ എന്ത് വരും? P ഓഫ് ആണെങ്കിൽ P ആണെങ്കിൽ P ഓഫ് കോഫി പ്ലസ് P ഓഫ് ടീ പ്ലസ് P ഓഫ് ഫ്രൂട്ട് ജ്യൂസ്. അതിൻ്റെയൊക്കെ എന്ത് ചെയ്യണം? ഇൻ്റർസെക്ഷൻ എന്ന് കൊടുക്കണം. N ഇൻ്റർസെക്ഷൻ T ഇൻ്റർസെക്ഷൻ F എന്താണ്? C ഇൻ്റർസെക്ഷൻ F. പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യണം? ഇനി നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്ക്. ഓരോന്നിൻ്റെയും പേഴ്സൻറ്റേജ് നമുക്ക് തന്നിട്ടുണ്ട്. ഓരോന്നിൻ്റെയും പേഴ്സൻറ്റേജ് തന്നിട്ടുണ്ട്. അത് അതേപോലെ തന്നെ NOC, അതായത് എത്ര പെർസെൻറ്റേജ് ആണ് കോഫി പ്രിഫർ ചെയ്തത്? മൊത്തം ആൾക്കാരതാട്ടോ ചോദിക്കുന്നത്. എത്ര പെർസെൻറ്റേജ്? അത് 48% തന്നിട്ടുണ്ട്. 48% തന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട് 48%. അതിന് മുന്നേ ഈ യൂണിയൻ നമുക്കറിയില്ലേ? ഇത് എത്രയാണെന്നറിയില്ലേ? അതെത്രയാണ്? 94 എന്താണ്? 94. അപ്പോൾ 94% പെർസെൻറ്റേജ് എന്ന് ഞാൻ എഴുതുന്നില്ല, 94 എന്ന് എഴുതുന്നുള്ളൂ, 94 എന്ന് എഴുതുന്നുള്ളൂ. ബാക്കിയൊക്കെ അതേപോലെ എഴുതാം. കോഫി പ്രിഫർ ചെയ്യുന്ന ആൾ എത്ര ഇവിടെ തന്നിട്ടുണ്ട്? 48 തന്നിട്ടുണ്ട്. 48 ആണ്, 54 ആണ്, ഒക്കെ ഒന്നിച്ച് എഴുതാം. 54 64 ആണ്. ഇത്രയും സാധനങ്ങളാണ് ആഡ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? നമ്മൾ എഴുതാൻ അറിയുന്ന സാധനം 48 പ്ലസ് എന്താണ്? പിന്നെ 54. ക്വസ്റ്റ്യൻ നോക്കണേ. 54 പ്ലസ് 64. ഓക്കെ, 64. ഇനി എന്താണ്? കോഫി ഇൻ്റർസെക്ഷൻ ടീ തന്നിട്ടുണ്ടോ? ഇവിടെ 28 യൂസ്ഡ് എന്തിന്? കോഫി ആൻഡ് ടീ. എന്താണ്? കോഫി ആൻഡ് ടീ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 28% മൈനസ് 28. വീണ്ടും മൈനസ്. അടുത്ത 28 കഴിഞ്ഞാൽ പിന്നെ 32 ആണ്. എന്താണ്? 32 ആണ്. പിന്നെന്ത് വരും? പിന്നെ 30 ആണ് വരുന്നത്. മൈനസ് 30 ആണ് വരുന്നത്. പിന്നെന്ത് വരും?
പിന്നെ ഒരു ഡാറ്റ തന്നിട്ടില്ല. പിന്നെ നമുക്ക് എന്താ ഉള്ളത്, പ്ലസ് ഒരു എന്തുണ്ട്, എൻ ഓഫ് സി ഇൻ്റർസെക്ഷൻ ടി ഇൻ്റർസെക്ഷൻ എഫ്. റെഡി. ഇനി നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്, അതായത് ഹൗ മെനി സ്റ്റാഫ് യൂസ്ഡ് ഓൾ ഓഫ് 3. 3 ഉപയോഗിക്കുന്ന ആൾ, അതായത് 3ലും കോമൺ ആയിട്ടുള്ള ആൾക്കാർ അല്ലേ. കോഫി കുടിക്കുന്ന, ടീ കുടിക്കുന്ന, ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്നതിൽ കോമൺ ആയിട്ടുള്ള ആളല്ലേ ചോദിച്ചത്. കോമൺ ആയിട്ടുള്ള ആൾ എന്ന് പറഞ്ഞാൽ എന്താ, അതിന് ഇൻ്റർസെക്ഷൻ അല്ലേ, ഇതല്ലേ, ഇയാളെ തന്നെയല്ലേ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അതുതന്നെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു ആഡ് ചെയ്ത് നോക്കുക. 48 പ്ലസ് 54 പ്ലസ് 64 കുറയ്ക്കണം 28, വീണ്ടും കുറയ്ക്കണം 32. അപ്പം എത്ര വരും, 32 കുറച്ച് -30 കുറച്ച്, അപ്പോൾ ഇവിടെ നിന്ന് 94 ഈക്വൽ ടു ഇതിൽ നിന്ന് മൈനസ് വരുമ്പോൾ 116, 96 20 കുറച്ച് കഴിയുമ്പോൾ 76 കുറച്ച് നോക്കാം കേട്ടോ. പ്ലസ് ഇത്രയും സാധനത്തെ ഞാൻ ഒരു എക്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. എക്സ് ടോട്ടൽ എത്ര ആൾക്കാരാണ് 3ഉം കൺസ്യൂം ചെയ്യുന്നതെന്ന് ചോദിച്ചു. അത് ഞാൻ ഇത്രയും സാധനത്തിനാട്ടോ എക്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തത്. ഇത്രയും സാധനത്തിനെയാണ് ഞാൻ എന്ത് ചെയ്തത്, എക്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തത്. കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ എക്സ് എത്ര കണ്ടുപിടിച്ചോടെ. എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് ഈക്വൽ ടു 94 മൈനസ് 76. 80ക്ക് 4ഉം 14 എത്ര വരും, 18 വരും. 18 എന്താ, നമ്മൾ ആദ്യം ഒഴിവാക്കിയ പെർസെൻറ്റേജ്. 18%, 18% ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, 80% ആൾക്കാർ. അപ്പോൾ 80 അല്ല ആൻസർ, 80% ആൾക്കാരാണ് ഇത് കൺസ്യൂം ചെയ്യുന്നത്. എന്താണ്, 80% ആൾക്കാർ 3ഉം ഉപയോഗിക്കുന്നതാണ്. അതിനെന്തിലേക്ക് മാറ്റണം, നമ്മുടെ തന്നിരിക്കുന്ന സ്റ്റാഫിൻ്റെ എണ്ണം കൊണ്ട് അതിനെ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ടോട്ടൽ അപ്പോൾ 1000-ലായതുകൊണ്ട് 1080% ആണെന്നൊക്കെ എത്ര 180 എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്ത് വരും, 100-ൽ മൊത്തം 80% ആണുള്ളത്. 1000-ൽ 80% ആണ് ഇൻറ്റു 100 അല്ലേ. എന്താണ്, 100-ലാണ് 80%, മൊത്തം ആൾക്കാർ എത്രയാണ്, അതാണ് 1000. ഓക്കെ, അതാണ് 1000. റെഡി. കട്ട് ചെയ്തു എത്ര വരും, 180 എന്ന് വരും. 80% ഓഫ് 1000 എന്ന് പറയുന്നത് 180 ആണ്. റെഡി. എവിടെ 180 ഉണ്ട് ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എന്താണ് പഠിക്കേണ്ടത്, എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ് കാണേണ്ടത്. എന്താണ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ് കാണേണ്ടത്. ഓക്കെ, എങ്ങനെ കാണേണ്ടതുള്ളൂ, നമ്മളൊന്ന് എക്സിനെയും വൈനെയും റീപ്ലേസ് ചെയ്യണം ഇൻവേഴ്സ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് എഴുതാം, ടു ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് എ ഫങ്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, സെറ്റ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് ഞാൻ എടുക്കാൻ പോകണം. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അങ്ങനെ എന്തായി, y ഈക്വൽ ടു എന്തായി, എഫ് ഓഫ് എക്സ് എന്താ അവിടുത്തെ 1/1 മൈനസ് എക്സ് ആയി. ഓക്കെ, ഇനി ഞാനൊന്നുമില്ല, ഈ 1/x ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാം. y ഈക്വൽ ടു 1/x, എനിക്ക് x ഈക്വൽ ടു സംതിങ് എന്നാണ് കിട്ടേണ്ടത്. എന്താണ്, y ഈക്വൽ ടു 1/x എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. എനിക്ക് കിട്ടേണ്ടത് x ഈക്വൽ ടു സംതിങ് എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് ഞാൻ അതിനെ ഇൻ്റർചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇവിടെ എഴുതാം. അപ്പോൾ ഞാൻ 1/x ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, ഈക്വൽ ടു 1/y ആയി. ഇനി എക്സിനെ ഞാനിവിടെ നിർത്തി, 1 അങ്ങോട്ട് പോകുമ്പോൾ -1 ആണ്, മൊത്തം ഒരു -1 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോഴേ -xൻ്റെ മൈനസ് പോകുള്ളൂ. അപ്പോൾ എന്ത് വരും, 1 - എവിടെ നോക്കണേ, എന്തുണ്ടായത് മനസ്സിലായോ. ഈ 1ന് ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായി, -1 ആയി അല്ലേ. ഇവിടെ -x ഉണ്ട് -1 ഉണ്ട്, മൊത്തം ഞാനൊരു -1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഈ മൈനസ് പോവും, ഇവിടെ മൈനസ് വരും, ഇത് പ്ലസ് ആവും. ഓക്കെ, അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, 1 - 1/y എന്ന് വരും. 1 - 1/y. ഇനി ഇൻവേഴ്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഒന്നുമില്ല, സ്വാപ്പ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്താൽ മതി. ഇനി റീപ്ലേസ് ചെയ്യുക. എന്തൊക്കെയാണ് റീപ്ലേസ് ചെയ്യുന്നത്, റീപ്ലേസ് എക്സ് വിത്ത് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ്, അതുപോലെ തന്നെ വൈ വിത്ത് എക്സ് എന്ന് റീപ്ലേസ് ചെയ്താൽ നമ്മുടെ ആൻസറായി. എക്സിന് എന്താ, എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു 1 - 1/yൻ്റെ സ്ഥാനത്ത് എന്ത് വരും, എക്സ് വരും. ഇതാണ് നമ്മുടെ ആൻസർ. എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 - 1/x. ഓപ്ഷനിലേക്ക് നോക്കുക, 1 - 1/x എവിടെ ഉണ്ടോ, അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. അതിനർത്ഥം നമ്മൾ ചെയ്ത് തെറ്റിയെന്നാണോ, അല്ല. ഇതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി,
മാറ്റി എഴുതിയാൽ മതി ഈക്വൽ ടു 1 മൈനസ് 1/x എങ്ങനെ എഴുതാം? എക്സ് ഇൻവേഴ്സ് എഴുതി കൂടെ, എക്സ് ഇൻവേഴ്സ് എഴുതാം. 1 മൈനസ് എക്സ് ഇൻവേഴ്സ്. ഓക്കെ, ക്ലിയർ? റെഡി. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എ വേരിയബിൾ അസ്യൂംസ് ദ വാല്യൂ, എന്താണ്? ഇഫ് എ വേരിയബിൾ അസ്യൂംസ് ദ വാല്യൂ 1 2 3 4 5 വിത്ത് ദ ഫ്രീക്വൻസി 1 2 3 4 5 റെസ്പെക്റ്റീവ്ലി, ദെൻ വാട്ട് ഈസ് ദി അരിത്തമാറ്റിക് മീൻ ഓഫ് ദ വേരിയബിൾ? സിമ്പിൾ. അരിത്തമാറ്റിക് മീൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താ ചോദിച്ചിട്ടുള്ളത്? അരിത്തമാറ്റിക് മീൻ ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എക്സ് ഐ എഫ് ഐ അല്ലേ, എസ് ഐ എഫ് ഐ ഡിവൈഡ് ബൈ സമ്മേഷൻ ഓഫ് എഫ് ഐ. കണ്ടുപിടിച്ചോ? സമ്മേഷൻ ഓഫ് എഫ് ഐ ഫ്രീക്വൻസിൻ്റെ സമ്മേഷൻ എന്താ? ടോട്ടൽ ഫ്രീക്വൻസി എന്താ? എത്ര ഉണ്ട്? 1 2 3 4 5 അല്ലേ? ഫ്രീക്വൻസി അതല്ലേ പറഞ്ഞത്? ഇവിടെ നോക്ക് ഫ്രീക്വൻസി അതല്ലേ പറഞ്ഞത്? ഫ്രീക്വൻസി അതാണ് പറഞ്ഞത്. 1 2 3 4 5. അപ്പോൾ 2 3 3 6 4 10 15. ഇതിനും 15 വരും. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? സമ്മേഷൻ ഓഫ് എക്സ് ഐ എഫ് ഐ. എക്സ് ഐകളും എഫ് ഐകളും ഉണ്ട്. അപ്പോൾ x1 ഇൻറ്റു f1. എന്താണ്? x1 ഇൻറ്റു f1. x1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 2 അല്ലേ? ഫ്രീക്വൻസിയും വേരിയബിളും ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ഇൻറ്റു 3 പ്ലസ് 4 ഇൻറ്റു 4 പ്ലസ് ഒരു 5 ഇൻറ്റു 5 കൂടി എഴുതണം അവിടെ. 5 ഇൻറ്റു 5. റെഡി. ഓക്കെ, 1 ഇൻറ്റു 1 1 ആണ്. 2 ഇൻറ്റു 2 4 ആണ് ഇവിടെ. 3 ഇൻറ്റു 3 എന്താണ്? 9 ആണ്. 4 ഇൻറ്റു 4 16 ആണ്. 5 ഇൻറ്റു 5 25 ആണ്. റെഡിയാണോ? 5 4 1 5 9 14 10 24 6 30 20 50 55. ഓക്കെ, ഇയാളെ കിട്ടി. ഇയാളെ ഡിവൈഡർ ബൈ ഇയാൾ അല്ലേ? അതല്ലേ മീൻ എന്ന് പറയുന്നത്? അതല്ലേടാ മീൻ അല്ലേ? അപ്പോൾ എന്താ? 55 ഡിവൈഡർ ബൈ 15. അതാണ് ആൻസർ. വീണ്ടും ഓപ്ഷനിലേക്ക് നോക്കുക. 55 ഡിവൈഡർ ബൈ 14 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. 55-ൽ 11 ഉണ്ട്. 11 എത്ര വട്ടം ഉണ്ട്? 5 വട്ടം ഉണ്ട്. ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തിരിച്ച് പറഞ്ഞാൽ മതി. 5 എത്ര ഉണ്ട്? ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 3 ഉണ്ട്. ഇവിടെ 5 എത്ര ഉണ്ട്? 11 5 ഉണ്ട്. റെഡി? രണ്ടിലും പോകുന്നത് ഏതാണ്? 5 ആണ് പോകുന്നത്. 11 ഡിവൈഡഡ് ബൈ 3 എവിടെ 11 ഡിവൈഡഡ് ബൈ 3 ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ക്ലിയർ? റെഡിയാണ്. ഓക്കെ, കംപ്ലീറ്റ് ദ സീരീസ് ഒന്ന് ഓർത്ത് നോക്കിയേ. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? 2, 12, 36, 100. ഓക്കെ, ഒരു കോമ ഉണ്ട് അവിടെ. 2, 12, 36, ഡാഷ്. ഈ ഡാഷാണ് ഫില്ല് ചെയ്യേണ്ടത്. 150. ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഒന്ന് വീഡിയോ കാണുന്നവർ ഒന്ന് പോസ് ചെയ്യുക. പാറ്റേൺ ഒന്ന് എഴുതിയെടുക്കുക. അടുത്ത പാറ്റേൺ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എവിടെ? അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ. സം ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദി സീരീസ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ തന്നിട്ടാ. ഇതും നിങ്ങൾക്കുള്ള പണി തന്നെയാണ്. സം ഓഫ് ദ ലെറ്റേഴ്സ് എന്താണ്? ഹൈ സീരീസ് A ഡാഷ് ACA ഡാഷ് BA ഡാഷ് BAB ഡാഷ് BAC. ഇതാണ് ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതിൻ്റെ ഡാഷുകൾ ഫില്ല് ചെയ്തോളൂ. ചൂസ് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവാണ് ചോദിച്ചത്. കറക്റ്റ് ആൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം. അപ്പോൾ കാണുന്നവരാണ് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഇഫ് ദ ടൈം ഇൻ ദ മിറർ ഇമേജ് ഓഫ് എ ക്ലോക്ക് എന്ന് പറയുന്നത് 3 hour 30 minutes ആണെങ്കിൽ ആക്ച്വൽ ടൈം ഓഫ് ദ ക്ലോക്ക്. മിറർ ഇമേജ് തന്നിട്ടുണ്ട്, ആക്ച്വൽ ടൈമാണ് കാണാനുള്ളത്. നമ്മൾ ചെയ്തതാണ്. നോക്കണേ, മിറർ ഇമേജ് തന്നിട്ട് ആക്ച്വൽ ടൈം കാണാൻ പറഞ്ഞാൽ 12-ൽ നിന്ന് കുറച്ചാൽ മതി. 12 മണിയിൽ നിന്ന് ഈ സമയം കുറച്ചാൽ മതി. 12 മണിയിൽ നിന്ന് ഈ സമയം കുറച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ കുറയ്ക്കുന്ന സമയത്ത് തെറ്റിക്കരുത്. 12-ൽ നിന്നാണ് 3.5 കുറയ്ക്കുന്നതെങ്കിൽ 12-ൽ നിന്ന് 3 കുറയ്ക്കാം. 12-ൽ നിന്ന് 3 കുറച്ചാൽ 9 മണിന്ന് കിട്ടും. വീണ്ടും നമ്മളൊരു അര കുറയ്ക്കണം. 9 മണിയിൽ നിന്ന് അര കുറച്ചാൽ അത് 8:30 എന്നാണ് കിട്ടുക.
8.5 എന്നാണ് കിട്ടുക അല്ലേ? നിങ്ങൾ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഇപ്പം ഇതിനെ 60 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 30, ഇവിടെ 3 കൊടുത്തു കഴിഞ്ഞാൽ 9:30 കിട്ടും. അതാണ് ഇവിടെ എയിൽ 9:30 എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. 9 മണി 30 മിനിറ്റ്. അതാണോ ആൻസർ? ഇതല്ല ആൻസർ, ഇത് തെറ്റാണ്. എന്താണ് ഈ ആൻസർ? തെറ്റാണ്. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്? 12-ൽ നിന്ന് 12 ഇത് 60 എന്നല്ലേ കുറയ്ക്കണത്. അപ്പോൾ നമ്മളിപ്പോൾ 60 എന്നാണ് കുറച്ചെങ്കിൽ ഈ ചെയ്ത മെത്തേഡ് എന്താ? 12:00 ഒരു 60 കൺസിഡർ ചെയ്തത്. 12 മണിയും 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് 1 മണിയായില്ലേ? അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാൻ പാടുള്ളൂ? താഴ്ത്തി തരാം. എങ്ങനെ എഴുതാൻ പാടുള്ളൂ? 11:60 എഴുതണം. 11:60 എന്ന് പറഞ്ഞാൽ എന്തായി? 12 മണിയായി. 11 മണിയും 60 മിനിറ്റും എന്ന് പറഞ്ഞാൽ എത്രയായി? അതെന്തായി? അപ്പോൾ അത് 12 മണിയായി. 11:60 എന്നാണ് എപ്പോഴും കുറയ്ക്കേണ്ടത് കേട്ടോ. 3:30 കുറയ്ക്കുക. അപ്പോൾ എത്ര വരും? 30 വരും. 11 3 8 വരും. 8:30 ആണ് ആൻസർ. മാനുവലി നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ മൈൻഡിൽ കുറയ്ക്കുകയാണെങ്കിൽ ഈ ആൻസർ ശരിയാണ്. ഏത്? ഇവിടെ കിട്ടിയ ആൻസർ ശരിയാണ്. 9 കുറച്ചു, വീണ്ടും ഒരു 1/2 കുറയ്ക്കണം. മറ്റേത് ചെയ്യുന്ന സമയത്ത് ഒരു 1/2 അങ്ങോട്ട് കൂട്ടുക ചെയ്യാം. റെഡി? അപ്പോൾ എന്ത് വരും? 8:30 എന്ന് വരും. 8:30 9:30 അല്ല, 8:30 ആണ്. റെഡി? 8:30 ആണ് ആൻസർ. 8:30 ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ? റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാനുള്ളത്? ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, കിട്ടിയോ? ഇതിൻ്റെ ആൻസർ കിട്ടിയോടാ? ഇതിൻ്റെ ആൻസർ എന്താ അറിയോ? ഇവിടെ ഫോളോ ചെയ്യുന്ന പാറ്റേൺ എന്ന് പറയുന്നത് n³ + n² ആണ്. n³ + n² നോക്ക്, ഫസ്റ്റ് ടേം കിട്ടിയത് എങ്ങനെയാ അറിയാം? ഫസ്റ്റ് ടേം 1³ + 1² എത്ര വരും? 2 വരും. 2³ + 2² എത്ര വരും? 8 + 4 12 വരും. ഇനി 3³ + 3² എത്ര വരും? 3³ + 3² എത്ര വരും? 27 + 9 36 അല്ലേ? 36 വന്നത് അടുത്തത്. അപ്പോൾ അടുത്തെന്ത് വരും? 4³ + 4² 4³ എന്ന് പറയുമ്പോൾ 16 64 അല്ലടാ, 64 + 16 വരും. എത്ര കിട്ടും? 80 എന്ന് കിട്ടും. 80 എന്താണ്? 80 ആണ് ആൻസർ വരുന്നത്. 80. അപ്പോൾ അതും കിട്ടിയില്ലേ? അപ്പോൾ അതിൻ്റെ മുന്നേ ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റ്സ്. അല്ലെങ്കിൽ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ പാറ്റേൺ ആണ്. കുറച്ചൊന്ന് ചിന്തിച്ചാൽ മാത്രമേ ഈ ഒരു പാറ്റേൺ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ഓർത്ത് വയ്ക്കുക. ഇങ്ങനത്തെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. മുന്നേയും ഈ ഒരു സ്ക്വയറും ക്യൂബും ആഡ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ട്, പവേഴ്സ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, തെറ്റിക്കരുത്. എന്താ വരിക? 8:30 ആണ് വരിക. ക്ലിയർ? അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം കേട്ടോ. അടുത്ത പാർട്ടിൽ ചെയ്യാം. അപ്പോൾ റെഡി. താങ്ക് യു.